കാര്യം വർഷങ്ങളായിട്ട് കണ്ടക്ടർ ലൈസൻസ് കയ്യിലുണ്ടെങ്കിലും ഇതുവരെ അതിന്റെ ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നത്തെ 5:30ന്റെ പറവൂർ ഷെഡ്യൂളിൽ എന്റെ കൂടെ നമ്മുടെ ഷാജഹാൻക്ക് കണ്ടക്ടറായിട്ട് വന്നത്. പുള്ളി ശരിക്കും ഇവിടുത്തെ ഡ്രൈവറാണ് ട്ടാ. കണ്ടക്ടർമാര് ഷോർട്ട് ആയതുകൊണ്ട് ഇന്ന് പകരം കയറിയതാണ്. മുമ്പ് തിരുവനന്തപുരം മാനന്തവാടി സൂപ്പർ ഓടിക്കൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ പുള്ളിനോട് ടിക്കറ്റ് കൊടുക്കുന്ന സംഭവം എങ്ങനെയാണെന്ന് പറഞ്ഞുതരുമെന്ന് ചോദിച്ചു. കേൾക്കേണ്ട പാതി കേൾക്കാത്ത പാതി അതിനെന്താടാന്ന് ചോദിച്ചു പുള്ളി മെഷീൻ എടുത്ത് കയ്യിലേക്ക് വന്നു. ശരിക്കും പുള്ളി എനിക്ക് പറഞ്ഞു തരുന്നതിന് പകരം പഠിപ്പിച്ചു തരാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ഒരു ബേസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കും കൂടി ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേട്ടോ. ഇതിൽ ആദ്യത്തേത് കയറിയ സ്ഥലം, രണ്ടാമത്തേത് ഇറങ്ങേണ്ട സ്ഥലമാണ് അടിക്കുന്നത്. ഓരോ സ്ഥലത്തിനും നമ്പറുകൾ ഉണ്ട്. സ്ഥിരം റൂട്ടാണെങ്കിൽ നമ്പറൊക്കെ കാണാപ്പാടായിരിക്കും. അപ്പൊ ഇതുപോലെ സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല, ചുമ്മാ നമ്പർ അടിച്ച സ്ഥലം വരും. പിന്നെ കയറിയ സ്ഥലം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. ഇതിൽ PFT എന്ന് പറഞ്ഞേക്കുന്നത് ഫ്രീ ടിക്കറ്റ് ആണ്. അതിൽ ഒരേ സമയം 5 പേർക്കും മെയിൽ ടിക്കറ്റ് 9 പേർക്കും ഒരുമിച്ച് അടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുമിച്ച് ടിക്കറ്റ് അടിക്കാൻ പറ്റൂല കേട്ടോ, സെപ്പറേറ്റ് ആണ് ടിക്കറ്റ് അടിക്കുന്നത്. പക്ഷേ ഫാസ്റ്റിലും സൂപ്പറിലും PFTക്ക് വരും ഫീമെയിൽ ഓപ്ഷൻ ആണ് ഉണ്ടാവുക. മാത്രമല്ല അതിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുമിച്ച് ടിക്കറ്റ് അടിക്കാനും പറ്റും. പിന്നെ ഉള്ളത് ഓൾ കാറ്റഗറീസ് ആണ്. മെയിലും ഫീമെയിലും ഉൾപ്പെടെ ചൈൽഡ്, ലഗേജ്, പിന്നെ വിവിധതരം പാസുകൾ, രോഗികൾക്കുള്ള ടിക്കറ്റുകൾ, റിസർവേഷൻ, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് അതിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 4 പേയ്മെന്റ് മെത്തേഡുകളാണ് വരുന്നത്. അതിൽ മൊബൈൽ ഓപ്ഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം ആക്റ്റീവ് ആണ്. ടിക്കറ്റ് കൊടുക്കാനായിട്ട് ഇറങ്ങേണ്ട സ്ഥലവും കയറേണ്ട സ്ഥലവും അടിച്ചതിന് ശേഷം ആളുകളുടെ എണ്ണം അടിക്കണം. അത് കഴിഞ്ഞ് പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്യുക. ക്യാഷ് ഓപ്ഷൻ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ടിക്കറ്റ് പ്രിന്റ് വരും. UPI ആണെങ്കിൽ UPI സെലക്ട് ചെയ്താൽ സ്കാനർ ഓപ്ഷൻ വരും. അത് സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്താൽ ടിക്കറ്റ് പ്രിന്റ് വരും. ട്രാവൽ കാർഡിന്റെ ഓപ്ഷൻ ആണെങ്കിൽ ജസ്റ്റ് സ്ഥലങ്ങളും അടിച്ച് കയറുന്ന ആൾക്കാരുടെ എണ്ണം അടിച്ച് മെഷീന്റെ ഈ ഭാഗത്ത് കാർഡ് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ടിക്കറ്റ് പ്രിന്റ് വരും. ഇങ്ങനെയൊക്കെയാണ് മെഷീനിൽ ടിക്കറ്റ് കൊടുക്കുന്നത്. പക്ഷേ എങ്ങാനും മെഷീൻ കംപ്ലൈന്റ് ആയ പണ്ടത്തെ പോലെ ടിക്കറ്റ് റാക്ക് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ഇച്ചിരി ടാസ്ക് ആണ് ട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.